നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കുടൻ. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പള്ളി എലിക്കോട് ആദിവാസി നഗറിന് സമീപം സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാന ചെരിഞ്ഞു. 2.5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലം. രണ്ടു ദിവസം അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴ ജില്ലയിലെ കോൾ മേഖലയിൽ വലിയ നാശം വരുത്തി. കർഷകർക്ക് തീരാ നഷ്ടം. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷന്റെ 1ാം ഘട്ട നിർമ്മാണോദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് KK രാമേന്ദ്രൻ MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുപ്പതാമത് ജെറൂസലം കൺവെൻഷൻ ആരംഭിച്ചു. ശംഷാബാദ് രൂപതാ മെത്രാൻ മാർ പ്രിൻസ് പാണയങ്കാടൻ ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മൊബൈൽ ക്രിമിറ്റോറിയം KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വിസ്മയ കാഴ്ചയൊരുങ്ങി നിലക്കാവടികളും പൂക്കാവടികളും. ഇതിനിടയിൽ ആചാരങ്ങളുടെ അഭിഷേക കാവടികൾ ഒരുക്കുന്ന തിരക്കിലാണ് കൊടകര കാവിൽ ഇടയപ്പുറത്ത് അരവിന്ദാശൻ എന്ന 71-കാരൻ. ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാല വിദ്യാർത്ഥികളുടെ ദേശീയ കലോത്സവം സിബാക് വെള്ളിയാഴ്ച വരന്തരപ്പള്ളിയിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. പാലപ്പള്ളി എലിക്കോട് ആദിവാസി നഗറിന് സമീപം സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാന ചരിഞ്ഞു. 2.5 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനം വിഫലമായി. ആളില്ലാത്ത വീട്ടിലെ ടാങ്കിലാണ് കാട്ടാന വീണത്. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെ നാട്ടുകാരാണ് കാട്ടാനക്കുട്ടി സെപ്റ്റിക് ടാങ്കിൽ വീണത് കണ്ടത്. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. കുഴിയുടെ മുകളിലേക്ക് തലയും തുമ്പിയും ഉയർത്തിയിരുന്ന ആന പിന്നീട് അവശ നിലയിലാവുകയായിരുന്നു. മണ്ണുമാന്ത്രി യന്ത്രം എത്തിച്ച് കുഴിയിലെ കല്ലും മണ്ണും ചെളിയും നീക്കി തുടങ്ങിയപ്പോഴേക്കും ആന തുമ്പിയും കാലുകളും അനക്കുന്നുണ്ടായിരുന്നു. പിൻകാലുകൾ മണ്ണിൽ നിന്ന് ഉയർത്തി ആന സ്വയം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അനക്കമില്ലാതെയായത്. പിന്നീട് വെറ്ററിനറി ഡോക്ടർ OV മിഥുൻ എത്തി പരിശോധിച്ചപ്പോഴാണ് ആന ചെരിഞ്ഞതായി സ്ഥിരീകരിച്ചത്. വീഴ്ചയിൽ ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതമാണ് ആന ചെരിയാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൃത്യമായി ശ്വാസം കിട്ടാത്ത അവസ്ഥയും ആനയ്ക്കുണ്ടായിരുന്നതായി ഡോക്ടർ പറഞ്ഞു. ഇനി മലർന്നു വീണതാണ് ഒരു പക്ഷേ അല്ലേ? പെട്ടെന്ന് എങ്ങനെ വീണാലും അതിന് ഇഞ്ചുറി ഉണ്ടായിരിക്കും. നമ്മൾ കിടക്കുന്ന സൈഡ് നെഞ്ച് ബാക്ക് മുത്തിട്ടാണ് കിടക്കുന്നത്. അതിന്റെ ക്ഷതം അതിന് പറഞ്ഞ സെർവിക്കൽ ഇഞ്ചുറി ഉണ്ടായിരിക്കാം. ഉള്ളിൽ എങ്ങനെ ഇഞ്ചുറി ഉണ്ടായിരിക്കും. പിന്നെ ബാക്കി നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം ഉള്ളിലതപ്പോഴും ചെളി കയറിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സ്ഥിരീകരിക്കും. ഒരു തരത്തിലും അത്രയും പരമാവധി എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയ ബ്രഞ്ച് ഉണ്ടാക്കിയിട്ട് കയറ്റാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതുതന്നെയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ആന ചെരിഞ്ഞതിന്റെ കാരണം പറയാൻ കഴിയൂ എന്ന് ചാലക്കുടി DFO വെങ്കടേശ്വർ അറിയിച്ചു. 8:30 സമയത്തിൽ നമുക്ക് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഓൾഡ് സെപ്റ്റിക് ടാങ്കിൽ വീണിട്ടുള്ളതാണ്. നമ്മൾ ഈ സ്ലോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് റെസ്ക്യൂ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 11:30 സമയത്തിൽ ഇത് മറിച്ചിട്ടുണ്ട്. ഡോക്ടർ വന്ന് കൺഫേം പ്രിലിമിനറി ചെയ്തിട്ടുണ്ട്. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാവൂ. ഇപ്പോൾ നോക്കുമ്പോൾ വീഴുന്നതിനാല ഇഞ്ചുറി ആയിട്ട് സഫക്കേഷനാല മരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമുക്ക് അറിയാം. പാലപ്പള്ളി റേഞ്ച് ഓഫീസർ രതീഷ്, വനം വകുപ്പ് ഡോക്ടർമാരുടെ സംഘം, RRT ടീം, വരന്തരപ്പള്ളി പഞ്ചായത്ത് അധികൃതർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പുലർച്ചെ മുതൽ എലിക്കോട് പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ആനയാണ് കുഴിയിൽ വീണതെന്ന് കരുതുന്നു. ആന കുഴിയിൽ അകപ്പെട്ട ശേഷം തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ ആനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്നു. 2 ദിവസം അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴ ജില്ലയിലെ കോൾ മേഖലയിൽ വലിയ നാശം വരുത്തി. നെടുമ്പാൾ ധനുകുളം കോന്തിപുലം മേഖലയിലെ വിത കഴിഞ്ഞ പാടശേഖരങ്ങൾ വെള്ളത്തിൽ മുങ്ങി. നെടുമ്പാൾ ധനുകുളം വെസ്റ്റ് പാടശേഖര സമിതിയിലെ 75ഓളം കർഷകരുടെ 80 ഏക്കർ സ്ഥലത്തെ കൃഷിയാണ് വെള്ളത്തിൽ മുങ്ങിയത്. 10 ദിവസം മുൻപ് വിത കഴിഞ്ഞ് ഒരു തവണ വളപ്രയോഗവും കഴിഞ്ഞ പാടത്താണ് അപ്രതീക്ഷിതമായി വെള്ളം ഉയർന്നത്. ഞാറ് നടാൻ മാത്രം ഏക്കറിന് 5000-ഓളം രൂപയാണ് കർഷകർക്ക് ചിലവ്. ഇത്തരത്തിൽ
ഏക്കറിന് 20,000-ഓളം രൂപ ചെലവിട്ടാണ് കർഷകർ കൃഷി ഇറക്കുന്നത്. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്നത് ഈ പടവിലേക്കാണ്. കോന്തിപ്പുലം KLDC കനാലിൽ നിന്നും ധനികുളം ഈസ്റ്റിൽ നിന്നുമുള്ള വെള്ളം ഇവിടേക്കാണ് ഒഴുകിയെത്തുന്നത്. വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതാണ് കൂടുതൽ പ്രതിസന്ധിയാകുന്നത്. KLDC അധികൃതർ ഈ മേഖലയെ അവഗണിക്കുകയാണെന്നും ബണ്ട് റോഡും മോട്ടോർ പുരയും വേണമെന്നുള്ള ഇവരുടെ ആവശ്യം വർഷങ്ങളായി നിരാകരിക്കുകയാണെന്നും പടവ് സെക്രട്ടറി മേജോ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അവർ പിന്നാലെ നടന്നുള്ള അപേക്ഷകളൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു ബണ്ടും അവൻ മോട്ടർ ഷെഡൊക്കെ KLDCന്ന് അവർ എല്ലാ വർഷവും പറയും ഈ കൊല്ലം തരാം എന്ന് പറയില്ലല്ലാണ്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ ബണ്ടുകൾ ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഇവിടെ ഈ പാടശേഖരത്തിൽ പണ്ട് ഇവിടെ ഇഷ്ടികളങ്ങളായിരുന്നു. ഈ ഇഷ്ടികളങ്ങളിൽ നിന്ന് പുഴയിലേക്ക് പോകുന്ന ചാലുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ വെള്ളം ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം ഇറങ്ങി പോകാൻ ആഴ്ചകൾ എടുക്കുകയാണ്. അപ്പോഴാണ് ഈ നെൽക്കൊക്കെ ചീഞ്ഞ് പോണത്. ഇപ്പം ഞങ്ങളുടെ ഈ പടവ് ഏകദേശം 80 ഏക്കർ പടവ് എല്ലാ കൃഷിയും കഴിഞ്ഞ് എല്ലാം ചെയ്ത് വളമൊക്കെ കഴിഞ്ഞ് ഒരു വളമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു പ്രായമാണ്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതുണ്ടായി, നമ്മൾ ആരോടാണ് ഇതിൽ ഒരു പരാതി പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം 1 രൂപ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് കിട്ടിയിട്ടില്ല. താമരവളയം കെട്ടും കരുവന്നൂർ ഇല്ലിക്കൽച്ചിറ ഷട്ടറും തുറന്നാൽ മാത്രമേ ധനികുളം വെസ്റ്റ് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകൂ. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മനസ്സിലാക്കാതെ ഉദ്യോഗസ്ഥർ തുടരുന്ന അലംഭാവമാണ് നിലവിൽ സാഹചര്യങ്ങൾ വഷളാകാൻ കാരണമെന്ന് പടവ് പ്രസിഡന്റ് ഷാജൻ പറയുന്നു. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വളരെ വീഴ്ചയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിന് നെല്ല് മുങ്ങിപ്പോയിട്ടാണ് അവിടെ ചിരിക്കുന്നത്. അതിനൊരു മാർഗം അവർ കാണണം. മുങ്ങിപ്പോണേക്കാളും മുമ്പ് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ഒരു നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു കാലാവസ്ഥ വ്യതിയാനം കണ്ടു കഴിഞ്ഞാൽ അവരത് ഉണർന്ന് പ്രവർത്തിക്കാത്തതിൻ്റെ പേരിലാണ് ഇവിടെ ഇങ്ങനെ ഈ വിഷയങ്ങൾ വരുന്നത്. അത് കാരണത്താൽ ഇപ്പം നമ്മളിപ്പോൾ ഓരോ മുങ്ങിപ്പോയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഓരോ കടം മേടിച്ച് ഓരോരുത്തർ കൃഷി പണിതിട്ട് നശിച്ചു പോയിട്ട് കാര്യമില്ല. അപ്പോൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ശക്തമായി നടപടി സ്വീകരിക്കാത്ത കാലത്തോളം ഈ കൃഷി കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കാലഹരണപ്പെട്ട ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാത്തതും വലിയ പ്രതിസന്ധിയാണ്. കോന്തിപ്പുലം കോൾ കർഷക സമിതിയിൽ 150ഓളം കർഷകരുടെ 120 ഏക്കർ കൃഷിയാണ് നാശത്തിന്റെ വക്കിലായത്. 3.5 ടൺ വിത്ത് സൗജന്യമായി നൽകി കർഷക സമിതി ഇത്തവണ കർഷകരെ സഹായിച്ചിരുന്നു. ഇതിൽ 95% വെള്ളത്തിൽ മുങ്ങി നശിച്ചു. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കോന്തിപ്പുലം കോൾ കർഷക സമിതി സെക്രട്ടറി ആൻഡോ മൂർക്കനാട്ടുകാരൻ ആവശ്യപ്പെട്ടു. ഇവിടെ എല്ലാ വർഷവും നമുക്ക് ഈ കൃഷി മുങ്ങലാണ് പതിവ്. ഈ വർഷം കൃഷി വകുപ്പ് നേരത്തോടെ കൃഷി ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തതിനേക്കാളും വിട്ട് 1 മാസം നേരത്തെയാണ് കൃഷി ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വർഷം കൃഷിക്കാർക്ക് ഒരുപാട് പൈസ നഷ്ടം വന്നു വിളവിൽ. അപ്പോൾ നമ്മൾ നമ്മളുടെ കർഷക സമിതി തന്നെ മുൻകൈ എടുത്ത് ആ കർഷക സമിതിയുടെ പൈസയിൽ നിന്ന് 3.5 ടണ്ണ് വിത്ത് കർഷകർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ ആ വിത്ത് പാവിയതാണ്. ഏകദേശം 95% വിത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോയി, നശിച്ചുപോയി. ഇനി അതിൽ നിന്ന് ഞാറ് ഞങ്ങൾക്ക് കിട്ടിയതോടെ കൃഷി ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ ഇനിയിപ്പോൾ വിത്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തിക നഷ്ടമുണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെങ്കിൽ നമ്മുടെ കൃഷിക്കാർക്ക് യാതൊരുവിധ സഹായങ്ങളും ഇല്ല. അപ്പോൾ ഈ അധികാരികളുടെ ശ്രദ്ധ എത്രയും പെട്ടെന്ന് ഇതിൽ പതിഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു തന്നില്ലെങ്കിൽ കൃഷിക്കാരെ ആത്മഹത്യ ചെയ്യേണ്ട ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കേരള സർക്കാർ ഞങ്ങൾക്ക് തരുന്ന നെല്ലിൻ്റെ പൈസ കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ അതും എല്ലാം കൂടി ഞങ്ങൾക്ക് ഒരു ഇരുട്ടടിയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ വിളയും കർഷകർക്ക് നഷ്ടമായിരുന്നു. ഇതിൻ്റെ നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ല. സമീപത്തെ മുഴുവൻ പാടശേഖരങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. വിത്ത് നഷ്ടപ്പെട്ടവർക്ക് സൗജന്യമായി ലഭ്യമാക്കണമെന്നും നഷ്ടപരിഹാരം ലഭിക്കാൻ സർക്കാർ നടപടികൾ ഉണ്ടാകണമെന്നുമാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം കേരളത്തിലെ കർഷകരെ തെല്ലൊന്നുമല്ല വലയ്ക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി അപ്രതീക്ഷിതമായി പെയ്ത മഴ ജില്ലയിലെ കോൾ മേഖലയിലെ ഞാറ് കഴിഞ്ഞ പല പാടശേഖരങ്ങളെയും വെള്ളത്തിനടിയിലാക്കി. ഉദ്യോഗസ്ഥ തലത്തിലുള്ള അലംഭാവവും ഷട്ടറുകളുടെ കാലപ്പഴക്കവും കൂടിയാകുമ്പോൾ കൃഷി എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് നമ്മുടെ കർഷകർ. കോന്തിപ്പുലം പാടത്തു നിന്നും ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷന്റെ 1ാം ഘട്ട നിർമ്മാണോദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് KK രാമേന്ദ്രൻ MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് 3-ന്
പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. KK രാമേന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. റവന്യൂ മന്ത്രി K രാജൻ മുഖ്യ അതിഥിയാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. 2022-2023 വർഷത്തെ കേരള സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പിന്റെ 10 കോടി രൂപ ചെലവിലാണ് മിനി സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KM ബാബുരാജ്, EK അനൂപ്, TS ബൈജു, N മനോജ്, അശ്വതി വിബി, അജിത സുധാകരൻ, K രാജേശ്വരി, സുന്ദരി മോഹൻദാസ്, പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ SR അനിതകുമാരി, ഇരിങ്ങാലക്കുട RDO MC റെജിൽ, മുകുന്ദപുരം തഹസിൽദാർ KM സിമേഷ് സാഗു, പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, പുതുക്കാട് ടൗൺ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് AV ചന്ദ്രൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരാകും. 4524 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ 4 നിലകളിലായിട്ടാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഗ്രൗണ്ട് ഫ്ലോറും 1-ാം നിലയും 2-ാം നിലയുടെ പകുതി ഭാഗവും പൂർത്തീകരിക്കാൻ ആകും. താഴത്തെ നിലയിൽ ജനറേറ്റർ റൂം, ഇലക്ട്രിക്കൽ റൂം, 2 ടോയ്ലറ്റുകൾ, ഡ്രൈവേഴ്സ് ക്യാബിൻ, സ്റ്റെയർ കേസുകൾ, ലിഫ്റ്റ്, പാർക്കിംഗ് എന്നിവയാണ് ഉൾപ്പെടുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ സബ് ട്രഷറി ഓഫീസ്, വില്ലേജ് ഓഫീസ്, MLA ക്യാമ്പ് ഓഫീസ്, മിനി കോൺഫറൻസ് ഹാൾ എന്നിവ ഉൾപ്പെടുന്നു. 2-ാം നിലയിലെ 475 ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള ഒരു ഹാളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം പുതുക്കാട് മണ്ഡലത്തിന്റെ വികസനങ്ങളിൽ ഒരു നാഴികക്കല്ലായി മാറുമെന്ന് MLA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിൻ്റെ ഔപചാരികമായ നിർമ്മാണ ഉദ്ഘാടനം ഡിസംബർ 7-ാം തീയതി 3 മണിക്ക് പുതുക്കാട് പഴയ CG തിയേറ്റർ അവിടെ 3 മണിക്ക് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ 4 നിലയിലുള്ള കെട്ടിടമാണ് ഇപ്പോൾ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള 2ാം പിണറായി സർക്കാരാണ് ആദ്യത്തെ ബഡ്ജറ്റിൽ 10 കോടി രൂപ നീക്കി വെച്ചത്. ഈ 10 കോടി രൂപ കൊണ്ട് 4 നിലയും പൂർത്തീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും പൂർണ്ണമായി ഇപ്പോൾ പൂർത്തീകരിക്കാൻ കഴിയും. പിന്നെ 2ാം നിലയിലെ ഒരു 475 ചതുരശ്ര അടി നമുക്ക് ചതുരശ്ര മീറ്റർ നമുക്ക് ഒരു ഗോളായിട്ട് എടുക്കാൻ കഴിയും. തൊട്ട് പിന്നാലെ തന്നെ അവശേഷിക്കുന്ന ഇപ്പോൾ നമുക്ക് മാറ്റേണ്ട ഓഫീസുകൾക്കെല്ലാം സൗകര്യക്കൊണ്ടാണ് ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KT ജനീഷ്, മുകുന്ദപുരം തഹസിൽദാർ KM സിമിഷ് സാഗു, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ AR പ്രിയ എന്നിവർ പങ്കെടുത്തു. 30ാമത് ജെറൂസലേം കൺവെൻഷന് തുടക്കമായി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ ഷംഷാബാദ് രൂപത മെത്രാൻ മാർ പ്രിൻസ് പാണയങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു. ജെറൂസലേം കൺവെൻഷനിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് എത്തുന്നത്. ഫാദർ ഡേവിസ് പട്ടത്ത്, ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ, ഫാദർ ഡൊമിനിക് വാളമനാൽ, ഫാദർ സെബാസ്റ്റ്യൻ പൂത്തിങ്കൽ, ഫാദർ ജിൻസ് ചിങ്കലേൽ, ഫാദർ ദേവസ്യ കാനാട്ട്, ഫാദർ ജോ പാച്ചേരിയിൽ, ഫാദർ സിജോ തയ്യാലക്കൽ എന്നിവർ കൺവെൻഷന് നേതൃത്വം നൽകുന്നത്. ഡിസംബർ 8-ന് കൺവെൻഷൻ സമാപിക്കും. രാവിലെ 8 മുതൽ ഉച്ചതിരിഞ്ഞ് 3:30 വരെയാണ് ഓരോ ദിവസത്തെയും ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായി 10,000ങ്ങൾക്ക് ആത്മീയ ഉണർവേകുന്ന ധ്യാന ശുശ്രൂഷകളിൽ സജീവമാണ് തലൂർ ജെറൂസലേം ധ്യാനകേന്ദ്രം. ഓരോ വെള്ളിയാഴ്ചകളിലും ഇവിടെ ഏകദിന കൺവെൻഷൻ നടക്കുന്നുണ്ട്. ഇതിനു പുറമെ തുടർച്ചയായി താമസിച്ചുള്ള ധ്യാനങ്ങളും മലയാളം, തമിഴ് ഭാഷകളിലുള്ള ധ്യാനങ്ങളും ആത്മീയ ശുശ്രൂഷകളും ഇവിടെ നടന്നു വരുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി വചന ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങൾക്ക് രോഗശാന്തിയും വിടുതലും പാപമോചനവും ആശ്വാസവും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ധ്യാന കേന്ദ്രത്തിൽ നടക്കാൻ പോകുന്ന 30ാമത്തെ
ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുവാനും നിങ്ങളോട് സംസാരിക്കുവാനും അവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കേരളത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ആധ്യാത്മിക ഒരു പ്രഭാഷകനായ ഡേവിസ് പട്ടണച്ചന്റെ നിരന്തരമായ അധ്വാനവും പരിശ്രമവും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അച്ഛനോടും അച്ഛൻ്റെ ടീം അംഗങ്ങളോടും ഇവിടെയുള്ള എല്ലാ പ്രേക്ഷകരോടും എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിന് ആത്മാർത്ഥമായി ഞാൻ നന്ദി പറയുന്നു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മൊബൈൽ ക്രിമിറ്റോറിയം കെ രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യ അതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, പഞ്ചായത്ത് വിവിധ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിന്ദു ബഷീർ, അഷ്റഫ് ചാലിയത്തൊടി, റോസ്ലി തോമസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ EK സദാശിവൻ, ഷീല ജോർജ്, ഹേമലത നന്ദകുമാർ, സെക്രട്ടറി ഇൻചാർജ് T കിൻസ് ബോയ് എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം നൽകിയിട്ടുള്ളത് ഇന്ന് ഏറ്റവും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങൾ പറമ്പൊക്കെ ധാരാളമുള്ളവർക്കും മറ്റൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അടക്കം ചെയ്യാനുള്ള സൗകര്യമുള്ള ജനവിഭാഗങ്ങൾക്കും ഒരു പ്രശ്നമില്ല. റോഡ് പണിയുക, പാലം പണിയുക, ആദ്യം കൊടുക്കുക, തൊഴിൽ കൊടുക്കുക, അതുപോലെ ക്ഷേമ പെൻഷൻ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് പൊതുവെ പഞ്ചായത്തുകൾ മുൻഗണന കൊടുക്കുന്നത്. നമ്മുടെ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി 15 ലക്ഷം തുക വകയിരുത്തിക്കൊണ്ടാണ് ആധുനിക രീതിയിലുള്ള മൊബൈൽ ക്രിമിറ്റോറിയത്തോടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആശ്വാസം കിട്ടുന്ന രീതിയിലാണ് സ്ഥല പരിമിതിയുള്ളവരെ സംബന്ധിച്ചും ഇത് വളരെ അനായാസം ചെയ്യാവുന്ന രീതിയിലുള്ള സംഭവമാണ്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ കേന്ദ്രങ്ങളിലൊക്കെ പലപ്പോഴും സമയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ 4 മണി കഴിഞ്ഞാൽ അവിടെ പറ്റാത്ത അവസ്ഥയുണ്ട്. നിറങ്ങളിൽ നീരാടുന്ന നിലക്കാവടികളും വർണ്ണക്കാഴ്ചയും ഒരുക്കുന്ന പൂക്കാവടികളും വീതികളിൽ വിസ്മയ കാഴ്ച ഒരുക്കുമ്പോൾ ആചാരങ്ങളുടെ അഭിഷേക കാവടികൾ ഒരുക്കുന്ന തിരക്കിലാണ് കൊടകര കാവിൽ ഇടയപ്പുറത്ത് അരവിന്ദാക്ഷൻ എന്ന 71-കാരൻ. അരവിന്ദാക്ഷന്റെ കരവിരുതിലാണ് കൊടകര ഷഷ്ടിയുടെ അഭിഷേക കാവടികൾക്ക് വർണ്ണശോഭയേറുന്നത്. പൂനിലാർക്കാവ് ദേവസ്വത്തിന്റേതാണ് അഭിഷേകത്തിനുള്ള കുട്ടിക്കാവടികളെങ്കിലും 3.5 പതിറ്റാണ്ടിലേറെയായി അവയെ വർണ്ണാഭമാക്കുന്നത് അരവിന്ദാക്ഷന്റെ ദിവസങ്ങളോളം നീളുന്ന പരിശ്രമം കൊണ്ടാണ്. 1 മാസം മുൻപ് തന്നെ ഈ അമ്പലക്കാവടികളെ അരവിന്ദാക്ഷൻ വീട്ടിലെത്തിച്ച് പഴയ കടലാസ പൂക്കളെല്ലാം മാറ്റും. മയിൽപീലി, വർണ്ണക്കടലാസുകൾ, ഈർക്കിൽ, പശ എന്നിവ ഉപയോഗിച്ചാണ് കാവടികളുടെ നിർമ്മാണം. 22 കാവടികളാണ് ഇക്കുറി നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നും നാളെയുമായി കാവടികൾ ക്ഷേത്രത്തിലെത്തിക്കാനുള്ള അവസാനഘട്ട മിനുക്കുപണിയിലാണ് അരവിന്ദാക്ഷൻ. ഈ കാവടികൾ ഞാൻ ഒരു 32 വർഷത്തോളമായിട്ട് കൊണ്ടുവന്ന് അലങ്കരിച്ച് കൊണ്ടു നടക്കല്. വളരെ കാലങ്ങളായിട്ട് ഇതിൻ്റെ പണികളൊക്കെ നമ്മൾ തന്നെയായിരുന്നു. ഞാൻ അതൊരു എൻ്റെ ഒരു വഴിപാട് പോലെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ജീവിതകാലം വരെ ഇത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അത് അതേപോലെ നടത്തി തരുന്നു ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ആരോഗ്യം അനുഭവിക്കുന്നിടത്തോളം കാലം ഇത് ചെയ്യണം എന്നാണ് മനസ്സിലാഗ്രഹം. അത് സ്വാമി നിവർത്തിച്ചു തരുന്നുള്ള ഇതുകൊണ്ട് ഇനിയും വരുന്ന കാലങ്ങളിൽ ഇത് ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഷഷ്ടിയുടെ തലേ ദിവസം പൂനിലാർക്കാവിലെ മേൽശാന്തി ഈ കാവടികളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേകത്തിനുള്ള പനിനീര്, ഭസ്മം, പഞ്ചാമൃതം, കളഭം എന്നിവ കെട്ടിയൊരുക്കും. ഷഷ്ടി ദിവസം ആദ്യ അഭിഷേകം പൂനിലാർക്കാവ് ദേവസ്വത്തിന്റേതാണ്. ഈ കാവടികളുമായാണ് അവർ അഭിഷേകത്തിന് പുറപ്പെടുക. അവിടെ എത്തി അഭിഷേകം നടത്തിയ ശേഷം കാവടികൾ തിരികെ പൂനിലാർക്കാവിലെത്തിക്കും. തുടർന്ന് വിവിധ കാവടി സംഘങ്ങളും അവരുടെ കാവടികളുമായി താളവാദ്യത്തിന്റെ അകമ്പടികളോടെ അഭിഷേകത്തിനെത്തും.
ഭക്തരുടെ അഭിഷേകങ്ങളും തുടർച്ചയായി നടക്കും. കുട്ടികളെ കൊണ്ട് വ്രതമെടുപ്പിച്ച് ഈ കുട്ടിക്കാവടികളുമേന്തി ഷഷ്ഠി ദിവസം കുന്നിൻ മുകളിലെത്തുന്നവരും അനവധിയാണ്. പണ്ടുകാലത്ത് ഷഷ്ഠി ദിവസം അഭിഷേകത്തിനെത്തുന്നവർ ദിവസങ്ങൾക്ക് മുൻപേ വ്രതമെടുത്ത് മുദ്രയണിഞ്ഞ് കാവിയെടുത്ത് പൂക്കാവടിയുമേന്തി ഊരു ചുറ്റുക പതിവായിരുന്നു. 2 പതിറ്റാണ്ടു മുൻപ് നടനും നാടക സംവിധായകനുമൊക്കെയായി കലാരംഗത്ത് നിറഞ്ഞു നിന്ന പ്രതിഭയാണ് അരവിന്ദാക്ഷൻ. സിനിമാ താരം കമൽഹാസന്റെ നൃത്തഗുരുവായ ജെമിനി TR ഗോപാലകൃഷ്ണന്റെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട്. പൂനിലാർക്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതി ഭരണസമിതി അംഗവും കാവിൽ NSS കരയോഗത്തിന്റെ മുൻ പ്രസിഡന്റുമായ അരവിന്ദാക്ഷന് അഭിഷേക കാവടികളുടെ നിർമ്മാണം മുരുകസ്വാമിക്കുള്ള സമർപ്പണം കൂടിയാണ്. ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാല വിദ്യാർത്ഥികളുടെ ദേശീയ കലോത്സവം സിബാക് വെള്ളിയാഴ്ച വരന്തരപ്പള്ളിയിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 6:45 സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ദാറു തഖ്വ പ്രസിഡന്റ് കുഞ്ഞു മൊയ്തീൻ ഹാജി അധ്യക്ഷത വഹിക്കും. പുലിക്കണ്ണി ദാറു തഖ്വ ഇസ്ലാമിക് അക്കാദമിയിൽ 3 ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത്. 5 വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 25 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. സിബാക് ദേശീയ കലോത്സവം LP വിഭാഗത്തിന്റെ പ്രാഥമിക മത്സരങ്ങളാണ് പുലിക്കണ്ണിയിൽ നടക്കുന്നത്. ബഹുഭാഷാ കഴിവുകൾ, സാങ്കേതിക പരിജ്ഞാനം, കല, സാഹിത്യം, യുക്തിബോധം തുടങ്ങി വിവിധ മേഖലകളിലായി മത്സരങ്ങൾ നടക്കും. പ്രാഥമിക മത്സരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ ഡിസംബർ 31 മുതൽ ജനുവരി 5 വരെ ചെമ്മാട് ദാറുൽ ഹുദ ക്യാമ്പസിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ മത്സരിക്കും. വാർത്താ സമ്മേളനത്തിൽ ദാറു തഖ്വ പ്രസിഡന്റ് കുഞ്ഞുമൊയ്തീൻ ഹാജി, ഷൈഖൂന ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ, വൈസ് പ്രസിഡന്റ് ഹുസൈൻ ഹാജി എന്നിവർ പങ്കെടുത്തു. ഇന്ത്യയിലെ തന്നെ മതബൗദ്ധിക സമന്വയ രംഗത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിലൊന്നായ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദേശം 20-25ഓളം സംസ്ഥാനങ്ങളിൽ നിന്നായി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നെന്നാരോപിച്ച് AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പുതുക്കാട് സെന്ററിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VR രബീഷ് അധ്യക്ഷത വഹിച്ചു. AIYF നേതാക്കളായ രാജലക്ഷ്മി റെനീഷ്, സന്ദീപ്, ഹരികൃഷ്ണൻ, PU മിഥുൻ, KS ഡെന്നീസ്, ആനന്ദ്, ജെൻസൺ എന്നിവർ നേതൃത്വം വഹിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം KM ചന്ദ്രൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം PM നിക്സൺ, CPI പുതുക്കാട് ലോക്കൽ സെക്രട്ടറി സുനന്ദ ശശി എന്നിവർ പ്രസംഗിച്ചു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ നാട് ഇതിനു മുമ്പ് ഒരിക്കലും അഭിമുഖീകരിക്കാത്ത ഒരു വലിയ ദുരന്തത്തെയാണ് വയനാടിൻ്റെ മണ്ണിൽ ഉണ്ടായത്. ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തെ തുടർന്ന്, ഉരുൾപൊട്ടലിനെ തുടർന്നെല്ലാം ആ പ്രദേശത്തെ സാധാരണപ്പെട്ടവരായവരുടെ ജീവിതം എന്നേക്കുമായി ഇല്ലാതായി. മഞ്ഞപ്പിത്തം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. നെന്മണിക്കര പഞ്ചായത്തിലെ വാർഡ് 13-ൽ താമസിക്കുന്ന നടുവിൽ വീട്ടിൽ ദിനേശനാണ് ഉദാരമതികളുടെ സഹായം തേടുന്നത്. നന്ദിക്കര ഗണപതി ക്ഷേത്രത്തിലെ പൂജാരിയായ ദിനേശനെ നവംബർ 4-നാണ് വിട്ടുമാറാത്ത പനിയുമായി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഒരാഴ്ചയോളം അവിടെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി. വിശ്രമം മാത്രമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത്. പിന്നീട് പനി വിട്ടുമാറാതായതോടെ നടത്തിയ പരിശോധനയിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുകയായിരുന്നു. രോഗം മൂർച്ഛിച്ചതോടെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതോടെ 3 ദിവസം ICUവിലായിരുന്നു. തുടർ പരിശോധനയിൽ ദിനേശന് ഗില്ലൻ ബാരി സിൻഡ്രോം സ്ഥിരീകരിക്കുകയായിരുന്നു. ആദ്യം 2 ലക്ഷം രൂപ വിലയുള്ള ഒരു ഇഞ്ചക്ഷനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചതെങ്കിലും ഇത് പൂർണ്ണമായും ഫലപ്രാപ്തിയല്ലാത്തതിനാൽ രക്തത്തിലെ പ്ലാസ്മ മാറ്റുകയെന്ന ചികിത്സാ രീതിയാണ് ഇപ്പോൾ തുടരുന്നത്. മഞ്ഞപ്പിത്തം ലിവറിനെ ബാധിക്കുകയും ശരീരത്തിലെ ഞരമ്പുകൾ തളർന്ന് ചലനശേഷി നഷ്ടപ്പെടുന്ന നിലയിലുമാണ് ദിനേശൻ ഇപ്പോൾ. കൂടാതെ ഭാര്യ അശ്വതിക്കും 3-ാം ക്ലാസ്സുകാരനായ മകനും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതോടെ ഈ കുടുംബം കൂടുതൽ പ്രതിസന്ധിയിലായി. 7-ാം ക്ലാസ്സുകാരിയായ മകളും ഇവർക്കുണ്ട്. സാമ്പത്തിക ഞെരുക്കം മൂലം
ചികിത്സ തുടരാൻ കഴിയാത്ത ഈ കുടുംബത്തെ സഹായിക്കാൻ സുമനസ്സുകൾ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ഇവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തലൂർ ബ്രാഞ്ചിൽ 3286879316 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന നിറച്ചാർത്ത് 2024 കലാകായികമേള സമാപിച്ചു. സമാപന സമ്മേളനം കെ രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ശുചിത്വ എക്സിബിഷനിൽ പങ്കെടുത്ത സ്ഥാപനങ്ങളായ സോഷ്യോ എക്കണോമിക് ഫൗണ്ടേഷൻ, പ്രിമൂവ് ഇൻഫ്രാസ്ട്രക്ചർ കൺസൾട്ടന്റ്, ഹൈഡ്രോ പ്രോ പ്രൈവറ്റ് സൊല്യൂഷൻ, സുമേനി ശാരദ ഫെർട്ടിലൈസേഴ്സ്, മേളയിൽ മികച്ച പങ്കാളിത്തം വഹിച്ചവർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ബ്ലോക്ക് CDPO ആശ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K അജിത എന്നിവർ പ്രസംഗിച്ചു. സരസകവി കുണ്ടനി ഗോവിന്ദാശാന്റെ ആറേശ്വരം മഹാത്മ്യം എന്ന കൃതിയുടെ 4ാം പതിപ്പിന്റെ പ്രകാശനം ആചാര്യ സേതുമാധവ് നിർവഹിച്ചു. ചടങ്ങിൽ പൂനിലാർക്കാവ് ദേവസ്വം പ്രസിഡന്റ് D നിർമ്മൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി E രവീന്ദ്രൻ, EV അരവിന്ദാക്ഷൻ, MK രാമകൃഷ്ണൻ, ഹിന്ദു ഐക്യവേദി കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് മുളങ്ങിൽ ദാസ്, രാജു കുണ്ടനാടൻ, രഘുനന്ദൻ അരിക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റി യോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക, വർഷങ്ങളായുള്ള കുടിശ്ശികയ്ക്കുള്ള ക്ഷാമാശ്വാസം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചൊവ്വാഴ്ച കൊടകരയിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് യോഗത്തിൽ പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ മേൽപ്പാലത്തിന് സമീപമാണ് ധർണ. ജില്ലാ ഭാരവാഹികളായ P തങ്കം, ജോയ് മണ്ഡകത്ത്, KV രാമകൃഷ്ണൻ, TA വേലായുധൻ, K സുകുമാരൻ, K സദാനന്ദൻ, ഫ്രാങ്കോ G മഞ്ഞളി എന്നിവർ പ്രസംഗിച്ചു. കൊടകര പഞ്ചായത്തിന്റെ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വനിതകൾക്കുള്ള യോഗ പരിശീലന പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ദിവ്യ ഷാജു, കൊടകര സർക്കാർ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ആഗ്നസ് ക്ലീറ്റസ്, സീനിയർ മെഡിക്കൽ ഓഫീസർ N ബിജു ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. 49ാം സംസ്ഥാന വനിതാ ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃശൂരിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ടീമിലെ അംഗങ്ങളായ മുപ്ലിയം വിമൽ ജ്യോതി സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ സിസ്റ്റർ മറീന കളപ്പുരയിൽ അനുമോദിച്ചു. ക്രിസ്റ്റീന C ജോസ്, KR റോസന, ക്രിസ് ഏഞ്ചൽ, ജോഷി എന്നീ വിദ്യാർത്ഥികളാണ് തൃശൂരിനെ പ്രതിനിധീകരിച്ച് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായ AS അർജുനാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയത്. സംസ്ഥാന വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ല തുടർച്ചയായി 4ാം തവണയാണ് വിജയം നേടുന്നത്. ബ്രദേഴ്സ് കുണ്ടായി വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ കുണ്ടായി ഇരുമ്പുപാലത്തിന്റെ 100ാം വാർഷികവും 75 വയസ്സിന് മുകളിൽ പ്രായമായവർക്കുള്ള നാടിന്റെ ആദരവും ഞായറാഴ്ച നടക്കും. ഉച്ചതിരിഞ്ഞ് 2-ന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം ഷീല ശിവരാമൻ അധ്യക്ഷത വഹിക്കും. HMNL സീനിയർ മാനേജർ ബെന്നി മാത്യു മുഖ്യാതിഥിയാകും. മലയാളികളുടെ പ്രിയ നടി മോനിഷയുടെ 32ാം ഓർമ്മദിനമാണ് ഇന്ന്. 6 വർഷം മാത്രം നീണ്ട അഭിനയ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരുപിടി കഥാപാത്രങ്ങളെ സമ്മാനിച്ചാണ് മോനിഷ യാത്രയായത്. ശാലീനത തുളുമ്പുന്ന മുഖവുമായി മോനിഷ ജീവനേകിയ കഥാപാത്രങ്ങൾ മലയാളിയുടെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ ചിരി തൂകി നിൽക്കുന്നു. പ്രണയവും പരിഭവവും കൗതുകവുമെല്ലാം നിറഞ്ഞ വലിയ കണ്ണുകളിലൂടെ മലയാളി പ്രേക്ഷകർ ആസ്വദിച്ചു. ബംഗളൂരുവിൽ പഠിച്ചു വളർന്ന മോനിഷ MT വാസുദേവൻ നായരുടെ നഖക്ഷതങ്ങളിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ആദ്യ സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം വാങ്ങുമ്പോൾ മോനിഷയ്ക്ക് പ്രായം 15. പെരുന്തച്ചൻ, കടവ്, കമലദളം, ചമ്പക്കുളം തച്ചൻ, കുടുംബസമേതം തുടങ്ങി 30-നടുത്ത് സിനിമകളിൽ മോനിഷ വേഷമിട്ടു. മലയാളത്തിൽ മാത്രമായിരുന്നില്ല, തമിഴ്, കന്നഡ നായികമാർക്കിടയിലും നടി വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധേയായി. മോഹൻലാലിന്റെ എക്കാലത്തെയും ക്ലാസിക് കമലദളത്തിൽ മോനിഷയുടേത് ശ്രദ്ധേയമായ വേഷമായിരുന്നു. മലയാളത്തിനു പുറമെ പൂക്കൾ വിടും ഇതൾ, ദ്രാവിഡൻ തുടങ്ങി തമിഴ് സിനിമകളിലും രാഘവേന്ദ്ര രാജ്കുമാർ നായകനായി അഭിനയിച്ച ചിരഞ്ജീവി സുധാകർ എന്ന കന്നഡ സിനിമയിലും അഭിനയിച്ചു.
ചെപ്പടി വിദ്യ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം നടക്കുന്നതിനിടയിൽ മോനിഷയും അമ്മയും സഞ്ചരിക്കുകയായിരുന്ന കാർ ആലപ്പുഴയ്ക്കടുത്തുള്ള ചേർത്തലയിൽ വെച്ച് ബസ്സുമായി കൂട്ടിയിടിച്ച് മോനിഷ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഇന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് മോനിഷയുടെ അപ്രതീക്ഷിത വിയോഗം. മലയാളിത്തം നിറഞ്ഞ അഭിനയ നൃത്ത പ്രതിഭയായിരുന്നു അവർ. അപ്രപാളികളിൽ ആടിത്തിമിർക്കാൻ ഒരുപാട് വേഷങ്ങൾ ബാക്കി വച്ചാണ് മോനിഷ വിടവാങ്ങിയത്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7140 രൂപയും പവന് 57,120 രൂപയും രേഖപ്പെടുത്തി. തൃക്കൂർ കിഴക്കൂടൻ പ്രഭാരൻ അന്തരിച്ചു. 57 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളി എലിക്കോട് ആദിവാസി നഗറിന് സമീപം സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാന ചെരിഞ്ഞു. 2.5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലം. രണ്ടു ദിവസം അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴ ജില്ലയിലെ കോൾ മേഖലയിൽ വലിയ നാശം വരുത്തി. കർഷകർക്ക് തീരാ നഷ്ടം. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷന്റെ 1ാം ഘട്ട നിർമ്മാണോദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് കെ രാമേന്ദ്രൻ MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുപ്പതാമത് ജെറൂസലം കൺവെൻഷൻ ആരംഭിച്ചു. ശംഷാബാദ് രൂപത മെത്രാൻ മാർ പ്രിൻസ് പാണയങ്കാടൻ ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മൊബൈൽ ക്രിമിറ്റോറിയം കെ രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വിസ്മയ കാഴ്ചയൊരുങ്ങി നിലക്കാവടികളും പൂക്കാവടികളും. ഇതിനിടയിൽ ആചാരങ്ങളുടെ അഭിഷേക കാവടികൾ ഒരുക്കുന്ന തിരക്കിലാണ് കൊടകര കാവിൽ ഇടയപ്പുറത്ത് അരവിന്ദാശൻ എന്ന 71-കാരൻ. ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാല വിദ്യാർത്ഥികളുടെ ദേശീയ കലോത്സവം സിബാക് വെള്ളിയാഴ്ച വരന്തരപ്പള്ളിയിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.